ഗായ്സ് കുറേ പേര് വീഡിയോ കണ്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. കുറച്ച് പേര് കമൻ്റൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അതിഥ് എന്ന് പറഞ്ഞൊരു ബ്രോ എന്നോട് ചോദിച്ചായിരുന്നു ഈ ഇൻഡിക്കേറ്ററുകൾ ഏതാ അതൊക്കെ ഒന്ന് പരിചയപ്പെടുമെന്ന്. ഈ കുറേ ചവറ് പോലെ വീഡിയോസ് ഉണ്ട് ഇൻഡിക്കേറ്ററൊക്കെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു വെറുപ്പുണ്ടാക്കണമെന്ന് കരുതിയിട്ടാണ് വെറുതെ ഇൻഡിക്കേറ്ററിൻ്റെ വീഡിയോ ഒക്കെ ഇടാത്തത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പണായിട്ട് ഒരു 3 മണി വരെ മാർക്കറ്റ് ഇങ്ങനെ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2-ാം തീയതിയാണ് ഡിസംബർ 2022. അപ്പം ഞാൻ മാർക്കറ്റ് സൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് 2-3 ട്രേഡൊക്കെ എടുത്തു. എല്ലാം തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. കാരണം അവിടെ അടുത്ത് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഫിറ്റ് എൻ്റെ ലോസ് കാണിച്ചിരിക്കുന്നത്. P&L റൈറ്റ് സൈഡിലുള്ളത് 3:30 ശേഷം ഉള്ളതാണ്. അതായത് 296 രൂപ നമുക്ക് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഓവറോൾ ഇന്നത്തെ അതായത് ഇന്നത്തെ നമ്മുടെ ലോസാണ് അത് 296. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഞാനൊരു പൊസിഷൻ എടുത്ത് 10:30 റണ്ണിങ് ആണ്. അതായത് എനിക്കൊരു 43,400 സിയിൽ ഒരു 621 രൂപ ലോസ് കിട്ടി. അതെൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയതാണ്. പിന്നെ ഒരു 42,800 പി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി റൈറ്റ് സൈഡിലുള്ളത് എൻ്റെ ടോട്ടൽ ഫണ്ട് 5,000 ആണ്. അതിൽ 342 രൂപയാണ് ഇന്നത്തെ ചാർജ് എല്ലാം പോകുന്നത്. ഫുള്ള് അവർ ഡെബിറ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിനവേസിയ എന്നൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അകത്ത് ട്രേഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് 46 രൂപ. അത് ഇന്ന് ഇത്രയും ട്രേഡ് എടുത്തതിൽ എനിക്ക് പറയുന്നത് 46 രൂപയാണ് അവർ കട്ട് ചെയ്യത്തുള്ളൂ. ബാക്കി ബാലൻസ് 4,664 രൂപ. അതായത് എൻ്റെ ലോസ് ഇന്ന് 296 പ്ലസ് 46 രൂപ. അത് കഴിഞ്ഞിട്ടുള്ള അപ്പം തന്നെ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്കറിയാം നാളത്തേക്ക് എന്തോരം ഫണ്ട് നമ്മുടെ ഉണ്ടാകുമെന്ന്. ഇതാണ് ഫിനവേസിയുടെ ഒരു ഗുണം. അതുകൊണ്ടാണ് ഞാൻ ഫിനവേസിയ തന്നെ യൂസ് ചെയ്യുന്നത്. വളരെ ചാർജ് കുറവാണ്. ഏകദേശം 5 രൂപയൊക്കെ ആവുന്നുള്ളൂ മറ്റേ ഫാൻഡോ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇല്ലാത്തവർ ഈ ഫിനവേസി ഇല്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തു. അപ്പോൾ ഇന്ന് എല്ലാം എടുത്ത ട്രേഡുകളെല്ലാം തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. ഇന്നൊരു ചാത്തനടിച്ച ദിവസമായിരുന്നു. എന്താണോ ഇന്ന് മാർക്കറ്റ് അനക്കേ ഉണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ട്രേഡിങ്ങിൽ ലോസും പ്രോഫിറ്റും ഒക്കെ വരും, മാറി മാറി വരും. നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിഥ് എന്ന് പറഞ്ഞൊരു ബ്രോയാണ് എന്നോട് ചോദിച്ചത് ഏതാ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ഈ 3 ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇൻഡിക്കേറ്ററിനെ അങ്ങനെ ആശ്രയിക്കാറില്ല. ഞാൻ എൻ്റെ ട്രേഡ് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇൻഡിക്കേറ്ററിനെ ആശ്രയിക്കാറുള്ളൂ. ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷനാണ്. അതായത് പ്രൈസ് ഈ ഒരു ലെവലിന് മുമ്പിലോട്ട് കയറി പോകുമ്പോൾ ട്രേഡ് എടുക്കുക. അപ്പോൾ അവിടെയാണ് ഈ സെല്ലേഴ്സും ബയേഴ്സും ഒക്കെ ഇരിക്കുന്നത്. അതായത് നമ്മൾ ഇൻഡിക്കേറ്ററിൽ ആരുമില്ല. ഇൻഡിക്കേറ്റർ ജസ്റ്റ് നമുക്കൊരു കൺഫർമേഷൻ മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ബൂസ്റ്റ് ചെയ്തൊന്നും കാണിക്കാത്തത്. ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇൻഡിക്കേറ്റർ കൺഫേം ചെയ്യുന്നതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് മാർക്കറ്റ് ഇല്ലാത്ത ടൈമിൽ ചെയ്യാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മാർക്കറ്റുള്ള ടൈമിൽ മാക്സിമം ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം. സാധാരണ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ട്രേഡ് എടുത്തിട്ട് SL ഇട്ടിട്ട് പോകാറാണ് പതിവ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ട്രെയിൽ ചെയ്തെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഞാനതൊരു വീഡിയോ ബ്രോയ്ക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ ഇനി തിങ്കളാഴ്ച മാർക്കറ്റുള്ളൂ. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഗൈസ്. പിന്നെ കാണാം.